ഹായ് എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തുല്യതാ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം 19 ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. അടുത്ത പോയിന്റ് നോക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഒരു രാജ്യത്തെ കറൻസികൾ അച്ചടിക്കുക, പണത്തിൻ്റെ ലഭ്യതയും ചോദനവും നിയന്ത്രിക്കുക, മറ്റ് സാമ്പത്തിക ഇടപാടുകളുടെ മേൽനോട്ടം നടത്തുക എന്നിവയാണ് കേന്ദ്ര ബാങ്കിൻ്റെ മുഖ്യമായ ചുമതലകൾ. ഇന്ത്യയിലെ ഈ പരമോന്നത ബാങ്കിന് ധാരാളം ധർമ്മങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഒരു രാജ്യത്തെ കറൻസികൾ അച്ചടിക്കുക, പണത്തിൻ്റെ ലഭ്യതയും ചോദനവും നിയന്ത്രിക്കുക, മറ്റ് സാമ്പത്തിക ഇടപാടുകളുടെ മേൽനോട്ടം നടത്തുക എന്നിവയാണ് കേന്ദ്ര ബാങ്കിൻ്റെ മുഖ്യമായ ചുമതലകൾ. ഇന്ത്യയിലെ ഈ പരമോന്നത ബാങ്കിന് ധാരാളം ചുമതലകളുണ്ട്. അപ്പം അടുത്ത ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരതീയ റിസർവ് ബാങ്ക്. ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടാക്കുന്നതിനുള്ള ശുപാർശ ആദ്യമായി നൽകിയത്. ആരാണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടാക്കുന്നതിനുള്ള ശുപാർശ ആദ്യമായി നൽകിയത്. ഇത് 1926 ഗവൺമെന്റിൽ നിന്നും പണവും വായ്പയും നിയന്ത്രിക്കുക, രാജ്യത്തുടനീളം ബാങ്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മുതലായവയായിരുന്നു ലക്ഷ്യം. 1934 ഇന്ത്യൻ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1934 ഇന്ത്യൻ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1935 മുതൽ പ്രവർത്തനം തുടങ്ങി. 1949 ദേശസാൽക്കരിച്ചു. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് RBIന്റെ എന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷനാണ് ഇന്ത്യയിൽ ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടാക്കുന്നതിനുള്ള ശുപാർശ ആദ്യമായിട്ട് നൽകിയത്. ഇത് 1926 ശുപാർശ നൽകിയത്. ഗവൺമെന്റിൽ നിന്നും പണവും വായ്പയും നിയന്ത്രിക്കുക, രാജ്യത്തുടനീളം ബാങ്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മുതലായവയായിരുന്നു ലക്ഷ്യം. 1934 ഇന്ത്യൻ റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1935 മുതലാണ് പ്രവർത്തനം തുടങ്ങിയത്. 1949 ദേശസാൽക്കരിച്ചത്. അടുത്ത പോയിന്റ്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ചുമതലകളാണ്. ഒന്ന്, കറൻസി അച്ചടിക്കൽ. പിന്നെ എന്താണ്? സർക്കാരിൻ്റെ ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. പിന്നെ വായ്പയുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. അപ്പോൾ കറൻസി അച്ചടിക്കുന്നു, സർക്കാരിൻ്റെ ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, വായ്പ നിയന്ത്രിക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. അടുത്ത പോയിന്റാണ് കറൻസി അച്ചടിക്കൽ. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്കാണ്. കാലാകാലങ്ങളിൽ രാജ്യത്ത് ആവശ്യമുള്ള കറൻസികൾ എത്രമാത്രമെന്ന് വിലയിരുത്തിയും പണലഭ്യത ഉറപ്പുവരുത്തിയുമാണ് കറൻസികൾ അച്ചടിക്കുന്നത്. അടുത്ത പോയിന്റ്, 2016 നവംബർ 8 കേന്ദ്ര സർക്കാർ അന്ന് നിലവിലുണ്ടായിരുന്ന 500, 1000 രൂപയുടെ കറൻസി നോട്ടുകൾ അസാധുവാക്കി പ്രഖ്യാപിക്കുകയും പുതിയ കറൻസി നോട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിലൂടെ രാജ്യത്തെ 86% മൂല്യമുള്ള നോട്ടുകളാണ് അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ എന്നായിരുന്നു നോട്ട് നിരോധനം? 2016 നവംബർ 8 ഇത് ശ്രദ്ധിക്കണം. ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നായിരുന്നു നോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട്. 2016 നവംബർ 8 കേന്ദ്ര സർക്കാർ അന്ന് നിലവിലുണ്ടായിരുന്ന 500, 1000 രൂപയുടെ കറൻസി നോട്ടുകൾ അസാധുവാക്കി പ്രഖ്യാപിക്കുകയും പുതിയ കറൻസി നോട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിലൂടെ രാജ്യത്തെ 86% മൂല്യമുള്ള നോട്ടുകളാണ് അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടത്. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അടുത്ത പോയിന്റ്, വായ്പാ നിയന്ത്രണമാണ്. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ ഉയർത്തിയും വിലക്കയറ്റം കുറയുമ്പോൾ നിരക്കുകൾ താഴ്ത്തിയുമാണ് ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന് എങ്ങനെയാണ്? വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയും വിലക്കയറ്റം കുറയുമ്പോൾ നിരക്കുകൾ താഴ്ത്തിയുമാണ് ഇടപെടലുകൾ നടത്തുന്നത്. അടുത്തത്, വായ്പാ നയത്തിൻ്റെ ഉപാധികളാണ്. ബാങ്ക് നിരക്ക്, ബാങ്ക് റേറ്റ്, പണം കരുതൽ അനുപാതം, റിസർവ് റേറ്റ്, പിന്നെ നിയമപരമായ ദ്രവ്യത അനുപാതം, പിന്നെ എന്താണ്? തുറന്ന വിപണി പ്രവർത്തനമൊക്കെയാണ് വായ്പാ നയത്തിൻ്റെ ഉപാധികൾ. അടുത്തത്, സർക്കാരിൻ്റെ പങ്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ഇടപാടുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. ഭാരതീയ റിസർവ് ബാങ്ക് സർക്കാരിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. സർക്കാർ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ എന്നിവ ശേഖരിക്കുന്നു. പിന്നെന്താണ്? ഗവൺമെന്റിന് ഹ്രസ്വകാല വായ്പ നൽകുന്നു. അടുത്തത്, സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകുന്നു.
അടുത്ത പോയിന്റാണ് ബാങ്കുകളുടെ ബാങ്ക്. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ബാങ്കുകൾക്ക് വേണ്ടി ചെയ്യുന്ന സാമ്പത്തിക കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ബാങ്കുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പിന്നെന്താണ്? ബാങ്കുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. ബാങ്കുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നതുകൊണ്ട് ഭാരതീയ റിസർവ് ബാങ്ക് ചെയ്യുന്ന കടമകൾ. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെന്താണ്? അതുകൊണ്ടാണ് ഇത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ബാങ്കുകൾക്ക് വേണ്ടി ചെയ്യുന്ന സാമ്പത്തിക കാര്യങ്ങളാണ്. ബാങ്കുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു, ബാങ്കുകൾ നിർദ്ദേശം നൽകുന്നു, ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അടുത്ത പോയിന്റാണ് വായ്പാ നിയന്ത്രണം. ഒന്നുകൂടെ നോക്കാം. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ ഉയർത്തിയും വിലക്കയറ്റം കുറയുമ്പോൾ നിരക്കുകൾ താഴ്ത്തിയുമാണ് ഇടപെടലുകൾ നടത്തുന്നത്. വായ്പാ നയത്തിന്റെ ഉപാധികളാണ് ബാങ്ക് റേറ്റ്, പണം കരുതൽ അനുപാതം, നിയമപരമായ ദ്രവ്യത അനുപാതം, തുറന്ന വിപണി പ്രവർത്തനം. സർക്കാരിന്റെ ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ഇടപാടുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സർക്കാർ അക്കൗണ്ടുകൾ നിക്ഷേപിച്ച ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ എന്നിവ ശേഖരിക്കുന്നു. ഗവൺമെന്റിന് ഹ്രസ്വകാല വായ്പ നൽകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ സർക്കാരിന് ഉപദേശം നൽകുന്നു. ഇതുവഴിയാണ് ഭാരതീയ റിസർവ് ബാങ്ക് സഹായിക്കുന്നത്, വായ്പ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. 2 ബാങ്കുകളാണ്. ഒരു വ്യക്തി അയാളുടെ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്ന് സങ്കല്പിക്കൂ. ബാങ്ക് ആ നിക്ഷേപത്തിന് പലിശ നൽകും. അതേസമയം ബാങ്ക് മറ്റൊരാൾക്ക് വായ്പ നൽകുകയും അതിൽ നിന്ന് പലിശ ഈടാക്കുകയും ചെയ്യുന്നു. ഇവിടെ വായ്പയുടെ പലിശ നിക്ഷേപത്തിന്റെ പലിശയേക്കാൾ കൂടുതലായിരിക്കും. വായ്പയുടെ നിക്ഷേപത്തിന്റെ പലിശയുടെ വ്യത്യാസമാണ് ബാങ്കിന്റെ ലാഭം. അടുത്ത പോയിന്റ്, ബാങ്കുകളെ അവയുടെ പ്രവർത്തന രീതി അനുസരിച്ച് 4ആയിട്ട് തരംതിരിക്കുന്നു. അവയിൽ ചിലതിന്റെ പ്രവർത്തനമാണ് എങ്ങനെ? ബാങ്കുകൾ: 1 വാണിജ്യ ബാങ്കുകൾ, 2 വികസന ബാങ്കുകൾ, 3 സവിശേഷ ബാങ്കുകൾ, 4 സഹകരണ ബാങ്കുകൾ. ബാങ്കുകൾ 4ആയിട്ടുണ്ട്: വാണിജ്യ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് വാണിജ്യ ബാങ്ക്. പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പരമ്പരാഗത നിക്ഷേപ വായ്പ സേവനങ്ങൾ നൽകുന്ന ബാങ്കുകളാണിവ. പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പരമ്പരാഗത നിക്ഷേപ വായ്പാ സേവനങ്ങൾ നൽകുന്ന ബാങ്കുകളാണിവ. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് വാണിജ്യ ബാങ്കുകൾ ഇടപാടുകൾ നടത്തുന്നത്. ഇവിടെ വിവിധ തരം വാണിജ്യ ബാങ്കുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് വാണിജ്യ ബാങ്കുകൾ? 1 പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ, 2 സ്വകാര്യ വാണിജ്യ ബാങ്കുകളാണ്. സ്വകാര്യ വാണിജ്യ ബാങ്കുകളെ ഇന്ത്യൻ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്നും വിദേശ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്നും 2ആയിട്ട് തരംതിരിക്കാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള വാണിജ്യ ബാങ്കുകളാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. സർക്കാർ ഉടമസ്ഥതയിലുള്ള വാണിജ്യ ബാങ്കുകളാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. പ്രധാനമായി ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ദേന ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയാണ് പൊതുമേഖലാ ബാങ്കുകൾ. പ്രധാനമായി എന്തൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ദേന ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയാണ് പൊതുമേഖലാ ബാങ്കുകൾ. സ്വകാര്യ വ്യക്തികളുടെയും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയും ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമായ ബാങ്കുകളെയാണ് സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവ ഇതിനുദാഹരണമാണ്. സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ ഏതാണ്? ഉദാഹരണമാണ് HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക് എന്നിവ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അടുത്തത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും എന്നാൽ അതിന്റെ ആസ്ഥാനം വിദേശത്തുമായിട്ടുള്ള ബാങ്കുകളാണ് വിദേശ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ. ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് ബഹ്റിൻ, കുവൈത്ത്, HSBC എന്നിവ ഇതിനുദാഹരണമാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും എന്നാൽ അതിന്റെ ആസ്ഥാനം വിദേശത്തുമായിട്ടുള്ള ബാങ്കുകളാണ് വിദേശ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ. ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് ബഹ്റിൻ ആൻഡ് കുവൈത്ത്, HSBC എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. വാണിജ്യ ബാങ്കുകളുടെ ചില പ്രധാന ധർമ്മങ്ങൾ നോക്കാം. ഒന്നാമത്തെയാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. വാണിജ്യ ബാങ്കുകളുടെ ഒരു പ്രധാന ധർമ്മമാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നത്. പ്രധാനമായിട്ടും 4 തരം നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പരമ്പരാഗത നിക്ഷേപ വായ്പാ സേവനങ്ങൾ നൽകുന്ന ബാങ്കുകളാണിവ. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് വാണിജ്യ ബാങ്കുകൾ ഇടപാടുകൾ നടത്തുന്നത്. ഇവിടെ വിവിധ
വിവിധതരം വാണിജ്യ ബാങ്കുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്ന് വാണിജ്യ ബാങ്ക്, പൊതുമേഖലാ വാണിജ്യ ബാങ്കും സ്വകാര്യ വാണിജ്യ ബാങ്കുമാണുള്ളത്. അതിൽ സ്വകാര്യ വാണിജ്യ ബാങ്കിനെ രണ്ടായിട്ട് വീണ്ടും തിരിക്കുന്നു. ഇന്ത്യൻ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്നും വിദേശ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്നും തിരിക്കുന്നു. അടുത്തത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വാണിജ്യ ബാങ്കുകളാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. പ്രധാനമായിട്ട് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ദേന ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയാണ് പൊതുമേഖലാ ബാങ്കുകൾ. അടുത്തത് സ്വകാര്യ വ്യക്തികളുടെയും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയും ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെയാണ് സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഒരു ഉദാഹരണമാണ് എന്ത്? ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവ എന്താണ്? സ്വകാര്യ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും എന്നാൽ അതിൻ്റെ ആസ്ഥാനം വിദേശത്തുമായിട്ടുള്ള ബാങ്കുകളാണ് വിദേശ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ. ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് ബഹ്റിൻ, കുവൈത്ത്, HSBC എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. ഒന്ന്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മമാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലാണ് നിക്ഷേപങ്ങൾ ഇവർ സ്വീകരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? ഒന്ന്, സമ്പാദ്യ നിക്ഷേപം. 2, ആവർത്തിത നിക്ഷേപം. 3, പ്രചലിത നിക്ഷേപം. 4, എന്താണ്? സ്ഥിര നിക്ഷേപം. അപ്പം നിക്ഷേപങ്ങൾ 4 തരത്തിലുണ്ട്. ഒന്ന് സമ്പാദ്യം, ആവർത്തിതം, പ്രചലിതം, സ്ഥിര നിക്ഷേപം. അടുത്തതാണ് സമ്പാദ്യ നിക്ഷേപം, സേവിങ്സ് ഡെപ്പോസിറ്റ്. എന്നാൽ എന്താണെന്ന് നോക്കാം. എന്താണ് സമ്പാദ്യ നിക്ഷേപം? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നിക്ഷേപിക്കാം, എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്ന ഈ നിക്ഷേപത്തിൽ കുറഞ്ഞ പലിശയാണ് ലഭിക്കുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നിക്ഷേപിക്കാം, എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്ന ഈ നിക്ഷേപത്തിൽ കുറഞ്ഞ പലിശയാണ് ലഭിക്കുന്നത്. അടുത്ത പോയിന്റാണ് പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റ്. ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും കഴിയുന്ന നിക്ഷേപമാണെന്ത്? കറന്റ് ഡെപ്പോസിറ്റ് അഥവാ പ്രചലിത നിക്ഷേപം. ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. ഇത്തരം നിക്ഷേപത്തിന് പലിശയില്ല. അടുത്ത പോയിന്റാണ് സ്ഥിര നിക്ഷേപങ്ങൾ, അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഒരു നിശ്ചിത കാലാവധിയുള്ള നിക്ഷേപങ്ങളാണ് സ്ഥിര നിക്ഷേപങ്ങൾ. കാലാവധി കഴിഞ്ഞ് തുക പലിശ സഹിതം പിൻവലിക്കാവുന്നതാണ്. ഒരു നിശ്ചിത കാലാവധിയുള്ള നിക്ഷേപങ്ങളാണ് സ്ഥിര നിക്ഷേപങ്ങൾ. കാലാവധി കഴിഞ്ഞിട്ട് തുക പലിശ സഹിതം ഇവർക്ക് പിൻവലിക്കാവുന്നതാണ്. അടുത്തത് ബാങ്കുകൾ ഈ നിക്ഷേപങ്ങളിൽ ഉയർന്ന പലിശ നൽകുന്നതാണ്. ബാങ്കുകൾ ഈ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നൽകും. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഈ നിക്ഷേപ തുക പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയുകയും ചെയ്യും. അടുത്തതാണ് ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലത്തേക്ക് പതിവായി ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് എന്ത്? ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലത്തേക്ക് പതിവായി ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്നറിയപ്പെടുന്നത്. കാലാവധി കഴിഞ്ഞ് മുതലും പലിശയും പിൻവലിക്കാം. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കും. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും ഇവിടെ. അടുത്ത പോയിന്റാണ് വായ്പകൾ, ലോൺസ്. എന്താണ്? വാണിജ്യ ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് വായ്പ അനുവദിക്കൽ. ബാങ്കുകൾ വായ്പകൾ നൽകുമ്പോൾ അതിന് ആനുപാതികമായ ഈട് സ്വീകരിക്കുന്നു. സ്വർണം, വാഹനം, വസ്തുക്കൾ, ആധാരം തുടങ്ങിയവയാണ് ഈട് ആയി വാങ്ങുന്നത്. ഓരോ വായ്പയ്ക്കും ഓരോ പലിശയാണുള്ളത്. അപ്പോൾ വായ്പകൾ എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യ ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് വായ്പ അനുവദിക്കൽ എന്നത്. പിന്നെ ബാങ്കുകൾ വായ്പ നൽകുമ്പോൾ അതിന് ആനുപാതികമായ ഈട് സ്വീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈടുകളായിട്ട് സ്വീകരിക്കുക? സ്വർണം, വാഹനം, വസ്തുക്കൾ, ആധാരം തുടങ്ങിയവയാണ് ഈടായിട്ട് വാങ്ങുന്നത്. ഓരോ വായ്പയ്ക്കും ഓരോ പലിശയാണുള്ളത്. അടുത്ത പേരാണ് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്കുള്ള ഒരു സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ അനുവദിക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്കുള്ള ഒരു സൗകര്യമാണെന്ത്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ അനുവദിക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നിക്ഷേപങ്ങൾ 4 തരത്തിലുണ്ട്. 1, സമ്പാദ്യ നിക്ഷേപം. 2, ആവർത്തിത നിക്ഷേപം. 3, പ്രചലിത നിക്ഷേപം. 4, സ്ഥിര നിക്ഷേപം. എന്താണ് സമ്പാദ്യ നിക്ഷേപം? അതായത് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പണം നിക്ഷേപിക്കാം, എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം. ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്ന ഈ നിക്ഷേപത്തിലെ കുറഞ്ഞ പലിശയാണ് ലഭിക്കുന്നത്. അടുത്തതാണ് പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റ്. എന്താണ് പ്രചലിത നിക്ഷേപം? ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും കഴിയുന്ന നിക്ഷേപമാണിത്. ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. ഇത്തരം നിക്ഷേപത്തിന് പലിശയില്ല. അടുത്തതാണ് സ്ഥിര നിക്ഷേപങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഒരു നിശ്ചിത കാലാവധിയുള്ള നിക്ഷേപങ്ങളാണ് സ്ഥിര നിക്ഷേപങ്ങൾ. കാലാവധി കഴിഞ്ഞ് തുക പലിശ സഹിതം പിൻവലിക്കാവുന്നതാണ്. ബാങ്കുകൾ ഈ നിക്ഷേപങ്ങൾ ഉയർന്ന പലിശ നൽകും. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഈ നിക്ഷേപ തുക പിൻവലിച്ചാൽ എന്താണ്? പലിശ നിരക്ക് കുറയും.
അടുത്തതാണ് ആവർത്തിത നിക്ഷേപം. എന്താണ് ആവർത്തിത നിക്ഷേപം? ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലത്തേക്ക് പതിവായി ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്നറിയപ്പെടുന്നത്. കാലാവധി കഴിഞ്ഞ് മുതലും പലിശയും പിൻവലിക്കാവുന്നതാണ്. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും. അടുത്തതാണ് വായ്പകൾ. എന്താണ് വായ്പ അഥവാ ലോൺ എന്ന് വെച്ചാൽ വാണിജ്യ ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങളിലൊന്നാണ് വായ്പ അനുവദിക്കൽ. ബാങ്കുകൾ വായ്പകൾ നൽകുമ്പോൾ അതിന് ആനുപാതികമായി ഈട് സ്വീകരിക്കുന്നു. സ്വർണം, വാഹനം, വസ്തുക്കൾ, ആധാരം തുടങ്ങിയവയാണ് ഈടായിട്ട് വാങ്ങുന്നത്. ഓരോ വായ്പയ്ക്കും ഓരോ പലിശയാണുള്ളത്. അടുത്തതാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്കുള്ള ഒരു സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ അനുവദിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ബാങ്കുകളുടെ പൊതുവായ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നിക്ഷേപം സ്വീകരിക്കുക, വായ്പ നൽകുക, സുരക്ഷിത ലോക്കർ സൗകര്യം, ATM സൗകര്യം, ചെക്ക് ഡ്രാഫ്റ്റ് സൗകര്യങ്ങൾ, പണം ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ട്രാൻസ്ഫർ ചെയ്യുക, ട്രാവലേഴ്സ് ചെക്ക് നൽകുക, പിന്നെന്താണ് സാമ്പത്തിക കാര്യ ഉപദേശം എന്നിവയ്ക്കാണ് ബാങ്കുകളുടെ പൊതുവായ ധർമ്മങ്ങൾ. അടുത്തത് വിവിധ തരം വായ്പകളാണ്. ഒന്ന് കൃഷി, വ്യവസായം, സ്വയം തൊഴിൽ, ഭവന നിർമ്മാണം, വാഹന വായ്പ, വിദ്യാഭ്യാസം, വ്യക്തിഗത വായ്പ. ഇതൊക്കെയാണ് വിവിധ തരം വായ്പകൾ. അടുത്തത് ബാങ്കിങ് രംഗത്തെ പ്രവണതകളാണ്. ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മത്തെ കൂടാതെ സാങ്കേതികമായി ധാരാളം മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവയിൽ ചിലതൊന്ന് നോക്കാം. ഒന്ന് ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. നമുക്ക് ചുറ്റും ഇലക്ട്രോണിക് ബാങ്ക് ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു ബാങ്കിൽ നേരിട്ട് ചെന്ന് പരമ്പരാഗതമായി നടത്തുന്ന ബാങ്കിങ് ഇടപാടുകൾ കമ്പ്യൂട്ടർ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് ബാങ്കുകളിൽ പോയി കാത്തു നിൽക്കേണ്ട. NEFT നാച്ചുറൽ ഇലക്ട്രിക് ഫണ്ട് ട്രാൻസ്ഫർ, NEFT, RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, RTGS തുടങ്ങിയ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനങ്ങൾ വഴി രാജ്യത്തെ എവിടെയുമുള്ള ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്, ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് കോർ ബാങ്കിങ്. എന്താണ്? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് തൻ്റെ അക്കൗണ്ട് എവിടെയാണോ ആ ബ്രാഞ്ചിൽ മാത്രമേ അയാൾക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. കോർ ബാങ്കിങ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് സൗകര്യം നിലവിൽ വന്നു. ബാങ്കുകൾ പരസ്പരം നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിച്ചിരിക്കും. ഈ സംവിധാനം ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബാങ്കിങ് സേവനമാണെന്ത്? കോർ ബാങ്കിങ് എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ ഏത് ബ്രാഞ്ചിൽ നിന്നും അടിസ്ഥാന ഇടപാടുകൾ നടത്താൻ ഉപഭോക്താക്കൾക്ക് കഴിയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നുകൂടെ നോക്കാം. എന്താണ്? ബാങ്കിങ് രംഗത്തെ പ്രവണതകളാണ്. ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്? നമുക്ക് ചുറ്റും ഇലക്ട്രോണിക് ബാങ്കിങ് ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒരു ബാങ്കിൽ നേരിട്ട് ചെന്ന് പരമ്പരാഗതമായി നടത്തുന്ന ബാങ്കിങ് ഇടപാടുകൾ കമ്പ്യൂട്ടർ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് ബാങ്കുകളിൽ പോയി കാത്തു നിൽക്കേണ്ട. NEFT, RTGS തുടങ്ങിയ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനം വഴി രാജ്യത്തെവിടെയുമുള്ള ബാങ്കുകളിലെ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കാൻ സാധിക്കും. ഇതിനെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. അടുത്തത് കോർ ബാങ്കിങ് ആണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് തൻ്റെ അക്കൗണ്ട് എവിടെയാണോ ആ ബ്രാഞ്ചിൽ മാത്രമേ അയാൾക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി. കോർ ബാങ്കിങ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് സൗകര്യവും നിലവിൽ വന്നു. ബാങ്കുകൾ പരസ്പരം നെറ്റ്വർക്കുകളിലൂടെ ബന്ധിപ്പിച്ചിരിക്കും. ഈ സംവിധാനം ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബാങ്കിങ് സേവനമാണ് കോർ ബാങ്കിങ് എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ ഏത് ബ്രാഞ്ചിൽ നിന്നും അടിസ്ഥാന ഇടപാടുകൾ നടത്താൻ ഉപഭോക്താക്കൾക്ക് കഴിയും. അടുത്ത പോയിന്റാണ് പണമിടപാട് കാർഡുകൾ. പണമിടപാട് കാർഡുകൾ നടത്താൻ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് വിവിധ തരം പ്ലാസ്റ്റിക് കാർഡുകൾ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ബാങ്കുകളും ഇത്തരം കാർഡുകൾ പുറത്തിറക്കുന്നുണ്ട്. പണം കൈവശം സൂക്ഷിക്കേണ്ട എന്നതാണ് പ്രധാന സൗകര്യം. അടുത്ത പോയിന്റ് നോക്കാം. അതിൽ പ്ലാസ്റ്റിക് കാർഡുകൾ എന്തൊക്കെയാണ്? ഡെബിറ്റ് കാർഡാണ് ഒന്ന്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ATM വഴി പണം പിൻവലിക്കാനും സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്നതിനും സൗകര്യം നൽകുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ്. പൊതുവെ ഇതിനെ ATM കാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഡെബിറ്റ് കാർഡിനെ പൊതുവെ എന്താണ് അറിയപ്പെടുന്നത്? ATM കാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ബാങ്കുകൾ നൽകുന്ന 4 അക്ക രഹസ്യ നമ്പർ, പിന്ന്, അതായത് എന്താണ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉപയോഗിച്ചാണ് ഇടപാടുകൾ നടത്തുന്നത്. അടുത്ത സാധനമാണ് ക്രെഡിറ്റ് കാർഡ്. പണമിടപാടുകൾ നടത്താൻ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മറ്റൊരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. കാർഡ് ഉടമകൾക്ക് 15 മുതൽ 50 ദിവസം ബാങ്ക് പണം കടമായിട്ട് അനുവദിക്കുന്നു. ബാങ്ക് അനുവദിച്ച ക്യാഷ് പരിധിക്കുള്ളിലുള്ള സംഖ്യയ്ക്ക്
കടയുടമകൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാവുന്നതാണ്. നിശ്ചിത പ്രായപരിധിക്കുള്ളിൽ പണം ബാങ്കിൽ തിരികെ അടയ്ക്കണം. ഇല്ലെങ്കിൽ കാർഡുടമ ബാങ്കിന് പലിശ നൽകേണ്ടതാണ്. ഡെബിറ്റ് കാർഡുകളെ പോലെ ക്രെഡിറ്റ് കാർഡുകൾ 4 അക്ക രഹസ്യ നമ്പർ ഉപയോഗിച്ചാണ് ഇടപാടുകൾ നടത്തുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. സ്വകാര്യ പണമിടപാടുകൾ. സർക്കാർ സഹകരണ മേഖലകളിൽ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ നിരവധി സ്വകാര്യ പണമിടപാടുകാരും സാമ്പത്തിക ഇടപാടുകൾ നടത്തി വരുന്നു. ഉയർന്ന നിരക്കിലുള്ള പലിശയാണ് ഇവർ ഈടാക്കുന്നത്. അടുത്തത് വികസന ബാങ്കുകൾ എന്താണ്? കൃഷി, വ്യവസായം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ വികസന മേഖലകളിൽ ഇടക്കാല ദീർഘകാല വായ്പകൾ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് വികസന ബാങ്കുകൾ. ഉൽപാദന മൂലധനവും സാങ്കേതിക സഹായം നൽകുന്ന ബാങ്കുകളാണിത്. ഇന്ത്യയിലെ ആദ്യ വികസന ബാങ്ക് എന്നാണ്? 1948 രൂപീകരിച്ച ഇന്ത്യൻ വ്യവസായ ധനകാര്യ കോർപ്പറേഷൻ IFCI ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വികസന ബാങ്കാണ് 1948 രൂപീകരിച്ച ഇന്ത്യൻ വ്യവസായ ധനകാര്യ കോർപ്പറേഷൻ IFCI ആണ്. അടുത്തത് സവിശേഷ ബാങ്കുകൾ. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളാണ് സവിശേഷ ബാങ്കുകൾ. ഇന്ത്യയിലെ 3 സവിശേഷ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നബാർഡ്. ഇന്ത്യയിലെ ഒരു ഉന്നത സവിശേഷ ബാങ്കാണ് ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്, അതായത് നബാർഡ്. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായി. 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. നബാർഡ് മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. നബാർഡ് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? കാർഷിക മേഖലയുടെ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനമൊക്കെയാണ് നബാർഡ് ലക്ഷ്യമിടുന്നത്. അടുത്ത പോയിന്റാണ് ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാനും നബാർഡ് ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? കയറ്റുമതി ഇറക്കുമതി ബാങ്കാണ്. ഇന്ത്യയിൽ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന ധനകാര്യ സ്ഥാപനമാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. ഇത് പൂർണ്ണമായും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്ന ധനകാര്യ സ്ഥാപനമാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. ഇത് പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അടുത്തത് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നാണ് ഇതിൻ്റെ ധർമ്മം. ഗ്രാമീണ മേഖലയിലെ വ്യവസായങ്ങളെ സഹായിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അടുത്തതാണ് സഹകരണ ബാങ്ക്. അടുത്തത് എന്താണ് സഹകരണ ബാങ്ക് എന്ന് നോക്കാം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ ത്രിതല സ്ഥാപനത്തിലാണ് പ്രവർത്തിക്കുന്നത്. സഹകരണ ബാങ്കുകൾ എവിടെയാണ്? ത്രിതല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ്? സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെയാണ് ത്രിതല തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത്. സംസ്ഥാനം, ജില്ല, പ്രാഥമിക തലത്തിൽ. അടുത്ത പോയിന്റാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ പരിശോധിക്കാം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, വായ്പകൾ നൽകുക. ഗ്രാമങ്ങളിൽ സഹകരണ ബാങ്കുകൾ വായ്പകൾ അനുവദിക്കുന്നത് പ്രധാനമായിട്ടും താഴെ പറയുന്ന കാര്യങ്ങൾക്കാണ്. എന്തൊക്കെയാണ്? കൃഷി, കുടിൽ വ്യവസായം, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തലിനൊക്കെയാണ് ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ട് സഹകരണ ബാങ്കുകൾ വായ്പകൾ അനുവദിക്കുന്നത്. അടുത്ത പോയിന്റ് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീണ ബാങ്ക് എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. 2013 ജൂലൈ 8 നിലവിൽ വന്നു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറമാണ്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്. ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീണ ബാങ്ക് എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. എന്നാണ് നിലവിൽ വന്നത്? 2013 ജൂലൈ 8 നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ്. അടുത്തത് പോയിന്റാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ 19 നിലവിൽ വന്നു. വനിതാ ശാക്തീകരണമാണ് ലക്ഷ്യം. വായ്പ പ്രധാനമായും വനിതകൾക്കാണ്. എല്ലാവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കും. അടുത്ത പോയിന്റ് എന്താണ്? ഭാരതീയ മഹിളാ ബാങ്കാണ്. ഒന്നുകൂടെ നോക്കാം. ഭാരതത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. എന്നാണ് വന്നത്? 2013 നവംബർ 19 നിലവിൽ വന്നത്. വനിതാ ശാക്തീകരണ ലക്ഷ്യം. വായ്പ പ്രധാനമായിട്ടും വനിതകൾക്കാണ്. എല്ലാവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കും. അടുത്ത പോയിന്റാണ് മുദ്രാ ബാങ്ക്. എന്താണ് മുദ്രാ ബാങ്ക്? കേന്ദ്ര സർക്കാരിൻ്റെ
ഏറ്റവും പുതിയ സംരംഭങ്ങളിൽ ഒന്നായ മുദ്രാ ബാങ്ക്, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി അസംഘടിത മേഖലയിലെ ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്ക് വായ്പ ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ്. 2015 ഏപ്രിൽ 8 ഇത് നിലവിൽ വന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, എന്താണ് മുദ്രാ ബാങ്ക്? കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സംരംഭങ്ങളിൽ ഒന്നായ മുദ്രാ ബാങ്ക്, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫൈനാൻസ് ഏജൻസി അസംഘടിത മേഖലയിലെ ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്ക് വായ്പ ഉറപ്പാക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ്. 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് പദ്ധതി നിലവിൽ വന്നത്. അടുത്ത പോയിന്റാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കിംഗ് ഇതര സേവനങ്ങൾ നൽകുകയും പണം ഇടപാട് മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ ഇവർക്ക് കഴിയില്ല. ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ, ഡ്രാഫ്റ്റുകളുടെ ഉപയോഗം, ലോക്കർ സംവിധാനം എന്നിവയൊന്നും ഇവിടെയില്ല. അപ്പോൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിലെ ഒന്ന് മ്യൂച്വൽ ഫണ്ടും ഒന്ന് ഇൻഷുറൻസ് കമ്പനികളാണ്. ബാങ്കിതര ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്തൊക്കെ? ധനകാര്യ വിഭവ സമാഹരണത്തിന് നിൽക്കുക, പിന്നെ ചെറുകിട സമ്പാദ്യം സമാഹരിക്കുക, പിന്നെ മൂലധന ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുക, വിവിധ ഇൻഷുറൻസ് സേവനങ്ങളൊക്കെയാണ് ബാങ്കിതര സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പിന്നെന്താണ്? മൂലധന നിക്ഷേപം നടത്തുക, അടിസ്ഥാന പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുക. അടുത്തത്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട ഒരു ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, KSFE. അടുത്ത പോയിന്റാണ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾക്ക് ഓഹരിയിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക, എന്നാൽ ഓഹരികളെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഓഹരി കമ്പോളത്തിൽ പണം നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു നിക്ഷേപ സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. നിങ്ങൾക്ക് ഓഹരിയിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക, എന്നാൽ ഓഹരികളെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഓഹരി കമ്പോളത്തിൽ പണം നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു നിക്ഷേപ സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. പൊതു സ്വകാര്യ മേഖലകളിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പ്രവർത്തിക്കുന്നു. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് യൂണിറ്റ് ട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്. അടുത്ത പോയിന്റാണ് ഓഹരി. കമ്പനികൾ മൂലധനം സമാഹരിക്കുന്ന മാർഗമാണ് ഓഹരി വിൽപ്പന. കമ്പനികൾ മൂലധനം സമാഹരിക്കുന്ന മാർഗമാണ് ഓഹരി വിൽപ്പന. ഒരു കമ്പനിക്ക് 10,000 രൂപ ആവശ്യമുണ്ട് എന്ന് സങ്കല്പിക്കുക. 10,000 പേരിൽ നിന്ന് 10 രൂപയും സമാഹരിച്ചാൽ 10,000 രൂപ ആയി. ഇവിടെ ഓരോ 10 രൂപയും ഓരോ ഓഹരിയാണ്. കൂടാതെ ഓരോ ഓഹരിക്കും ലാഭവിഹിതവും ലഭിക്കും. അപ്പോൾ എന്താണ് ഓഹരി എന്ന് ഒന്നുകൂടെ നോക്കാം. കമ്പനികൾ മൂലധനം സമാഹരിക്കുന്ന മാർഗമാണ് ഓഹരി വിൽപ്പന. ഒരു കമ്പനിക്ക് 10,000 രൂപ ആവശ്യമുണ്ടെന്ന് സങ്കല്പിക്കുക. 10,000 പേരിൽ നിന്ന് 10 രൂപ വീതം സമാഹരിച്ചാൽ 10,000 രൂപ ആയി. ഇവിടെ ഓരോ 10 രൂപയും ഓരോ ഓഹരിയാണ്. കൂടാതെ ഓരോ ഓഹരിക്കും ലാഭവിഹിതവും ലഭിക്കും. അടുത്തത് ഇൻഷുറൻസ് കമ്പനികളാണ്. എന്തൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് വ്യക്തിയുടെ ജീവനും, ജനറൽ ഇൻഷുറൻസ് വാഹനങ്ങൾ, വായ്പകൾ, വസ്തുക്കൾ, വ്യവസായം, കയറ്റുമതി തുടങ്ങിയവയ്ക്കും സംരക്ഷണം നൽകുന്നു. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് വ്യക്തിയുടെ ജീവനും, ജനറൽ ഇൻഷുറൻസ് വാഹനങ്ങൾ, വായ്പകൾ, വസ്തുക്കൾ, വ്യവസായം, കയറ്റുമതി തുടങ്ങിയവയ്ക്കാണ് സംരക്ഷണം നൽകുന്നത്. അടുത്തത് പോളിസി ഉടമകളുടെ ചില ആനുകൂല്യങ്ങളാണ്. ഇൻഷുറൻസ് മികച്ച നിക്ഷേപ സൗകര്യമാണ്. അപകടമോ മരണമോ ഉണ്ടായാൽ നഷ്ടപരിഹാരം ലഭിക്കും. പിന്നെ ഇൻകം ടാക്സിൽ ഗണ്യമായ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇൻഷുറൻസ് പോളിസിയിന്മേൽ വായ്പ ലഭിക്കും. അടുത്തത്, പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണ്? ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തത്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. അടുത്തത്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ്, യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഒക്കെയാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾ. അടുത്തത് മൈക്രോ ഫിനാൻസ് ആണ്. എന്താണ് മൈക്രോ ഫിനാൻസ്? കേരളത്തിൽ സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന വനിതാ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. മൈക്രോ ഫിനാൻസ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് അതിവിപുലമാണ്. കേരളത്തിൽ സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന വനിതാ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ എന്നറിയപ്പെടുന്നത്. അടുത്തത് മൈക്രോ ഫിനാൻസിൻ്റെ പ്രവർത്തനങ്ങളാണ്. നോബൽ സമ്മാന ജേതാവായ പ്രൊഫസർ മുഹമ്മദ് യൂനസ് ആണ് മൈക്രോ ഫിനാൻസിൻ്റെ പിതാവ്. അദ്ദേഹം സ്ഥാപിച്ച ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് മൈക്രോ ക്രെഡിറ്റ് രംഗത്ത് ലോക പ്രശസ്തമായ ഒരു മാതൃകയാണ്. അടുത്ത പോയിന്റ് നോക്കാം. മൈക്രോ ഫിനാൻസ് നിലകൊള്ളുന്നത് പങ്കുവയ്ക്കൽ, സഹവർത്തിത്വം എന്നീ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മൈക്രോ ഫിനാൻസിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, അയൽക്കൂട്ടം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്,
HG. അടുത്തത് കൂട്ടുത്തരവാദിത്ത കൂട്ടം, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് JLG. അപ്പോൾ എന്താണ് അയൽക്കൂട്ടം? കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾ ഒരു നിശ്ചിത തുക സമ്പാദ്യമായിട്ട് ശേഖരിക്കുന്നു. ഈ പണം സ്വയം തൊഴിലിനോ ഉപഭോഗ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ വായ്പയായിട്ട് നൽകുന്നു. അയൽക്കൂട്ടം നിശ്ചയിക്കുന്ന നിരക്കിലും കാലാവധിക്കുള്ളിലും വായ്പകൾ തിരിച്ചടയ്ക്കാൻ അംഗങ്ങൾക്ക് അവസരം നൽകുന്നു. അടുത്തത് കൂട്ടുത്തരവാദിത്ത കൂട്ടമാണ്, ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. അതെന്തൊക്കെയാണ്? കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ കൃഷിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സംവിധാനമാണ്. 4 മുതൽ 10 വരെ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കൂട്ടായ ഉത്തരവാദിത്തമുള്ള ചെറു കൃഷി സംഘങ്ങൾക്കാണ് സാമ്പത്തിക സഹായം നൽകുക. ഗ്രൂപ്പിന്റെ കൂട്ടായ ഉത്തരവാദിത്തത്തിലാണ് വായ്പകൾ നൽകുക. ഇവർക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല, പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. പലിശരഹിത വായ്പകളും ചെറിയ പലിശ നിരക്കിലുള്ള വായ്പകളുമാണ് അനുവദിക്കുന്നത്. നിശ്ചയിക്കുന്ന കാലാവധിക്കുള്ളിൽ തവണകളായിട്ട് വായ്പ തിരിച്ചടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.